നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മളെല്ലാം കരുതിയത് ശ്രീ PV അൻവർ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. കാരണം അതുവരെ അദ്ദേഹത്തിന് എന്നെ മുഖ്യമന്ത്രി ശരിയായിട്ട് ബോധവൽക്കരിച്ചെന്നാണ് നമ്മൾ അതിൽ നിന്ന് തോന്നിയത്. കാരണം ഞാനൊരു സഖാവ് എന്നുള്ള എൻ്റെ കടമകളെല്ലാം നിറവേറ്റി. അതായത് മരിക്കാൻ നേരത്തെ വിൽപ്പത്രം എഴുതി വെക്കുന്ന മാതിരിയാണ് എഴുതുന്നത്. കടമകളെല്ലാം നിറവേറ്റി. അത് ഇനി നോക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ്. ഈ പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ആദ്യം പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അതാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ജനങ്ങളെ വിളിച്ച് പറയുകയും അവിടെ പോയി കുത്തിയിരിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. വെറുതെ ഇത്രയും മെനക്കെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് ആളുകളെ ഈ ഫോൺ ചോർത്തേണ്ട കാര്യമൊന്നുമില്ല. ഫോൺ ചോർത്തിയെന്ന് സമ്മതിക്കുകയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തോട്ടുള്ള ഉദ്ദേശമാണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്നുള്ളത് വ്യക്തം. പിന്നെ മുഖ്യമന്ത്രി കണ്ടിറങ്ങിയപ്പോഴാണ് അദ്ദേഹം ആകെപ്പാടെ ഒന്ന് ഒലഞ്ഞത് കേട്ടോ. ഒലഞ്ഞിട്ട് പറഞ്ഞു, ഈ സഖാവെന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ കടമകളൊക്കെ ഞാൻ നിറവേറ്റി, എല്ലാം റെഡിയാക്കി, ഇനി നിങ്ങൾ അടുത്ത തലമുറ ഒക്കെ വല്ലതും ചെയ്തോണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞില്ലേ ബിൽപത്രം എഴുതി വെക്കുന്ന മാതിരി പറഞ്ഞിട്ട് പോകുന്നത് കണ്ടു. പക്ഷേ അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതായത് ഈ പവനായി ശവമായി എന്നുള്ള രീതിയിൽ വന്നു. മലപ്പുറം കത്തി, അമ്പും ബില്ലും കേട്ടോ, അൾട്രാ മോഡേൺ മെഡിസിൻ ഗൺ, പിന്നെ ബോംബ്, ഇതൊക്കെ പറഞ്ഞാണ്. ഇതൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ വന്നു. പക്ഷെ അങ്ങനെയല്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഇന്നലെ ശ്രീ അൻവർ വീണ്ടും ഒന്ന് കളം മാറി ചവിട്ടിയിട്ടുണ്ട്. കാരണം അന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ട അൻവറെ അല്ല തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പം ഏതാണ്ട് ഇന്നലെ കണ്ട അൻവർ എന്ന് പറഞ്ഞാൽ പഴയ അൻവർ പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം കാണുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ശ്രീ അൻവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശശിയുടെ അവിടെ ഒരു അധിനിവേശം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒന്നുമല്ലായിരുന്ന ശശിയെ കൊണ്ടുവന്ന് അവിടെ പ്രതീക്ഷിച്ചു. അപ്പോൾ കേരള മുതലെ കാർട്ടൂൺ കണ്ടതായിരുന്ന വളരെ രസകരം. അതായത് ശശി മുഖ്യമന്ത്രിയാകരുത്, മുഖ്യമന്ത്രി ശശിയാവരുത് എന്ന് അതിനകത്ത് എഴുതി വെച്ചു എന്ന് പറയുന്നതാണ്. ഇപ്പം സംഭവം എന്താ, അതിൻ്റെ ഇത് ചെറിയ ഒരു പഴയകാല ചരിത്രം കൂടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ശ്രീ EK നായനാരുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്ക്, ലാസ്റ്റ് ടൈമോ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് ശശി കടന്നു വരികയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്. അപ്പം അവിടെ അന്നേരം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം, അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ശ്രീ പിണറായി വിജയൻ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമാന്തര ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശ്രീ ശശിയിലൂടെയായിരുന്നു അത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബാന്ധവം എന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ വൃത്തികെട്ട അലിഗേഷനൊക്കെ ഉണ്ടായി. അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടായിട്ട് വന്നു ഈ ശശിക്ക്. പിന്നെ അവസാനം വെറും പ്രാഥമിക അംഗത്തിലേക്ക്, ബ്രാഞ്ചിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രൊമോഷനാണ്, ഡബിൾ പ്രൊമോഷൻ വെച്ച് അടിച്ചടിച്ച് കയറി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കയറി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് വീണ്ടും പ്രതീക്ഷിച്ചു. വളരെ വൃത്തിയായിട്ട് അലിഗേഷൻ ഉണ്ടായതാണ് പെണ്ണ് വിഷയത്തിൽ, കേസും ഒക്കെ ആയതാണ്. അപ്പോൾ എന്തായാലും അന്നേരം നാണം കെട്ട ഒരാളെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവിടെ പ്രതീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പഴയ ബന്ധം ഇവർ തമ്മിലുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ കാരണം. അന്ന് എങ്ങനെ ഭരണം നടത്തി എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ അയാളെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കാരണം ഏത് കാര്യങ്ങളും അയാൾ വഴി നടത്തിയെടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ ഈ അൻവറിൻ്റെ ആരോപണം യഥാർത്ഥത്തിൽ പോലീസിനെ ഉദ്ദേശിച്ച് നേരെയാണെങ്കിലും അതിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണത്തിന് മുഖ്യമന്ത്രിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ശശിയാണ് ചുമതലപ്പെടുത്തിയേക്കുന്നത്. അതാണ് കാര്യം. പൊളിറ്റിക്കൽ സെക്രട്ടറി, അതിനകത്ത് PS-നൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ PS ഒന്നുമല്ല, ആ രീതിയിലായിട്ടുണ്ട്. അപ്പം എല്ലാം ശശിയാണ്. അപ്പം ശശി ഇത് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും കൈയിടാം ശശിക്ക്. ഈ എല്ലാ വകുപ്പ് അൻവർ പറഞ്ഞേക്കുന്ന പോലെ 29 വകുപ്പിൻ്റെ ഭാരം ചുമക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിൽ ഏതെങ്കിലും കുറച്ച് വകുപ്പ് അൻവറിന് കൊടുക്കാമായിരുന്നു കേട്ടോ. അത് ചെയ്തില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും
ആ 29 വകുപ്പിനകത്ത് ശശി കൈയിടാൻ പറ്റും അവിടെ ഇരുന്നുകൊണ്ട്. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു സൂപ്പർ പവർ എന്നുള്ള നില ശശിയായി. അതിനെ ഉന്നം വെച്ച് തന്നെയാണ് ശ്രീ അൻവർ പറഞ്ഞേക്കുന്നത്, ഒരു സംശയവും വേണ്ട. പിന്നെ പോലീസിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സുജിത് ദാസിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കുന്നു എന്ന് പറയുന്ന ഇടപാടാണ്. അപ്പോൾ ഈ സ്വർണം പൊട്ടിക്കുന്ന ഇടപാടിനകത്ത് നേരിട്ട് ഇടപാട് സുജിത് ദാസ് നടത്തിയിട്ടുണ്ടെന്നും സ്വർണം പിടിക്കുക. അപ്പോൾ കസ്റ്റംസ് പിടിക്കാതെ ഇവിടെ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് കിട്ടുക. അപ്പോൾ അയാൾ മലപ്പുറം SP ആയിരുന്നതിന് മുമ്പ്, ആദ്യം IPS കിട്ടുന്നതിന് മുമ്പ് ഈ സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നു. കസ്റ്റംസിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു വളരെ അടുത്ത ബന്ധം ഈ സുജിത് ദാസിനുണ്ട്. അത് ശ്രീ അൻവർ പറഞ്ഞ ആരോപണം അത് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അത് വളരെ ശരിയാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ഈ സ്വർണം പിടിക്കുക, അത് ഉരുക്കാൻ ഒരുത്തൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുക. അത് ഉരുക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ കൊണ്ടുവന്ന ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തായിട്ടോ കൊണ്ടുവരുന്ന സ്വർണ്ണമോ അത് യഥാർത്ഥ എവിഡൻഷ്യൽ വാല്യൂ നഷ്ടപ്പെടുകയാണ്, ഇതില്ലാതാവും. എന്നിട്ട് ഈ സ്വർണ്ണം ഉരുക്കിയിട്ട് പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കുക ആര് കൊണ്ടുവന്നതിന്, അവരുടെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്യും. ആ രീതിയിലേക്കുള്ള ഒരു കാര്യം ഉണ്ടാവുന്നു. കാരണം മാത്രമല്ല, ഇതിൻ്റെ ക്വാളിറ്റി മുഴുവൻ ഇപ്പോൾ കസ്റ്റംസുകാർ പുറത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞത്, കസ്റ്റംസ് എഴുതി കൊടുത്തിട്ടുണ്ട്, പോലീസ് പിടിക്കുന്ന സ്വർണം ഇതേപോലെ ഉരുക്കിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവസാനം അതിന് ക്വാളിറ്റി അതായത് വളരെ ഡൗൺ ആവുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ 24 ക്യാരറ്റ് എന്ന് പറയുന്നത് അത് നേരെ 18 ക്യാരറ്റിലേക്ക് പോകും. രൂപ എത്ര മാറുമെന്നറിയാം, അതാണ് പ്രശ്നം. അപ്പോൾ ഈ രീതിയിലേക്ക് ഉള്ള ഒരു മെത്തേഡ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഈ കാര്യത്തിൽ ഉള്ള ഒരുപാട് ഒത്താശ ഇതിന് വേണം. അപ്പോൾ ഈ സ്വർണ്ണം പിടിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാര്യം അതിൽ തൊട്ടാൽ പണം കിട്ടും, അതാണ് കാര്യം. ഈ രീതിയിലേക്ക് ഈ ലോ ആൻഡ് ഓർഡറും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ അതപ്പതിച്ചേക്കുന്നെന്ന് പറയുന്നത് കേരള പോലീസിന് തന്നെ വലിയൊരു നാണക്കേടല്ലേ. ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഇന്നത്തെ റിപ്പോർട്ട് മാധ്യമങ്ങളൊക്കെ പുറത്ത് വെളി കൊണ്ടുവന്നിട്ടുണ്ട്. കസ്റ്റംസ് പറഞ്ഞേക്കുന്നത് അവർ പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഈ ക്വാളിറ്റി ഇവർ പിടിക്കുന്ന സ്വർണത്തിന് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. അതിനകത്ത് ശകലം ചെമ്പൂടെ ചേർത്ത ഈ ഒരു കുഴപ്പമില്ല, എളുപ്പമുണ്ട്. ചെമ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണം മാറ്റുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് കുറവ് വരും. കുറേ നാൾ കഴിയുമ്പോൾ ഇതുകൊണ്ട് പണിയുന്ന സാധനങ്ങളിലെല്ലാം ക്ലാവ് പിടിക്കും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അത് വരും. അപ്പം ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയേക്കുന്നത്. ആഭ്യന്തരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഭരണം നടത്തുന്നതുമെല്ലാം തലപ്പത്തിരുന്നുകൊണ്ട് ശശിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി ശശിയായിപ്പോയി ആ കാര്യത്തിൽ, അതാണ് കാര്യം. അതാണ് ശ്രീ അൻവർ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് ഈ അജിത് കുമാറിനെ ഒന്നും ഉന്നം വെച്ചുള്ള അലിഗേഷൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പേരെടുത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചെന്ന് നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെയാണ്. ഇനി അഥവാ അജിത് കുമാറിന്റെ നേരെയുള്ള ആരോപണങ്ങളായാൽ പോലും അത് ചെന്ന് നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ്, അതായത് മുഖ്യമന്ത്രി വകുപ്പിലേക്ക്. ഇത് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ അൻവറിന് നേരത്തെ ഇത് എഴുതിയ സാധനം ഈ പ്ലക്കാർഡൊന്നും അവിടെ എഴുതി വെക്കാതെ ഇതെല്ലാം കൂടെ എഴുതി കുത്തി നേരെ ഇവർക്കും കൊടുത്താൽ മതിയായിരുന്നു. കൊണ്ടിരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് വിഴുപ്പലക്കാതെ ഈ കാര്യം തീർക്കാരുന്ന അവർക്ക് ഒതുക്കി തീർക്കാനുള്ള ഒരു മാർഗം ഉണ്ടായേനെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല അൻവറിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിൽ ഒരു ശുദ്ധീകരണം പോലാണ് അൻവർ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ. അപ്പോൾ അതിന് ഇപ്പോൾ സപ്പോർട്ട് അൻവറിനുണ്ട് പലരുടെ കയ്യിൽ നിന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശ്രീ കെ ടി ജലീൽ ഇവർ അതും CPM സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചേക്കുന്ന സ്ഥാനാർത്ഥിയാണ്, MLA ആണ്. അതുപോലെയാണ് അൻവറും. ഇവരെ രണ്ടുപേർക്കും ഇടയ്ക്ക് CPM ഒരു നടപടിയെടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ CPM വോട്ടോടുകൂടി ജയിച്ചു വന്നേക്കുന്ന ഈ ആളുകൾ, അവർ CPM വോട്ട് കൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വോട്ടും കൂടെ ഉണ്ട്. അൻവറിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ കാണും അവിടെ, അതാ കാര്യം, നമുക്കറിയില്ല. അപ്പോൾ
അങ്ങനെ ആ ജയിച്ചു വന്നേക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു CPM MLA, അതായത് CPM സ്വതന്ത്രൻ എന്ന് നമുക്ക് പറയാം, CPM സ്വതന്ത്രൻ ആയിട്ട് ഉള്ള ഒരു MLA ആ പാർട്ടിക്ക് നേരെ അതുപോലെ ഗവൺമെന്റ് നേരെ ഇതുപോലെ വിരൽ ചൂണ്ടുമ്പോൾ സാധാരണഗതി ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അയാളുടെ പേര് അച്ചടക്ക നടപടി എടുക്കാം. ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ പിരിച്ചുവിടാൻ പറ്റുമോ? ഒന്നും ചെയ്യാക്കത്തില്ല. ഇവരെ പിരിച്ചുവിടണമെങ്കിൽ നിയമസഭ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. അല്ലാതെ ഇവരെ പുറത്താക്കാനോ അകത്താക്കാനോ ഒന്നും ഇവർക്കൊരു മാർഗവുമില്ല. അങ്ങനെ ഈ സ്വതന്ത്രന്മാരെ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനൊരു തകരാറുണ്ടെന്ന് ഇപ്പോൾ പാർട്ടി ഒന്ന് തിരിച്ചറിയണം. അതാ വേണ്ടത്. സ്വതന്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു തകരാറുണ്ട്. അല്ല അവര് ആ പാർട്ടി അംഗമാണെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കാം. പക്ഷെ പാർട്ടി അംഗം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീ KT ജലീൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധീരമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ശ്രീമതി പ്രതിഭ കായംകുളത്തെ MLA, CPM എൻ്റെ MLA തന്നെയാണ്, ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ബാക്കി അത് എനിക്കറിഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു പറഞ്ഞതാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇത് എനിക്കറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത്, അൻവറിന് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എന്തായാലും ശ്രീ P ശശിയോട്, അത് തദ്വാരാ മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും നമ്മുടെ P ശശിയോടും മുഖ്യമന്ത്രിയുടെ മകളോടും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഭരണം എന്ന് പറയുന്ന ഒരു കുടുംബ ഭരണമായിട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഒക്കെ ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് കുറേ പേർക്കെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണോ ഇതെന്ന് ഈ നമ്മുടെ ശ്രീ PV അൻവറിന് കിട്ടുന്ന സപ്പോർട്ട് മറ്റാളുകളുടെ ഇന്ന് കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് കാരണം ഇതിനകത്ത് നമ്മൾ വേറെ ഒന്ന് തിരിച്ചറിയേണ്ട ഒരു വലിയ അലിഗേഷൻ പറഞ്ഞത്, പൂരം ഉണ്ടല്ലോ, തൃശ്ശൂർ പൂരം മനഃപൂർവ്വം കലക്കി എന്നുള്ളതാണ് കേട്ടോ. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടോടുകൂടി ഈ അവരെ വഴി കലക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അന്ന് അവിടെ ഉള്ള കമ്മീഷണർ പോയി ആവശ്യമില്ലാതെ കയറി എത്തി ഇടപെട്ട് അത് നാശമാക്കിയെന്നുള്ളത് സത്യമാണ്. അത്ര നാശമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ദോഷം വന്നത് യഥാർത്ഥത്തിൽ ശ്രീ സുനിൽകുമാർ വളരെ അന്തസ്സുള്ളൊരു മനുഷ്യനാണ്, ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ കുഴപ്പം അനുഭവിക്കേണ്ടതായിട്ട് വന്നത് ഞാനാണ്. ശരിയുമാണ്. കാരണം ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് എന്നുള്ളത് ഇടതുപക്ഷത്തിന് തന്നെ ബാധിക്കുന്നതല്ലേ. അങ്ങനെ വരുന്ന ഉടനെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതായത് ഇരിക്കുന്നിടം കത്തിക്കുക എന്ന് പറഞ്ഞാൽ മതി, അത് തന്നെ നടന്നുകൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രവർത്തനം നടന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. പിന്നെ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ പരോക്ഷമായി CPM BJP സഹായിക്കല്ലായിരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. അഥവാ ഇങ്ങനെ ഇത് മനഃപൂർവ്വമായിട്ട് പൂരം കലക്കിയെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വമാണ്. ഒരാവശ്യമില്ലാത്ത പോലീസുകാർ കയറി ഇടപെട്ടതാണ് അതിനകത്ത്. അതായത് അവിടെ ചെന്ന് ശല്യം ഉണ്ടാക്കി, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ആളുകളെ തടയുന്നു. പിന്നെ അത് കൂടാതെ അവിടെ മേളം തന്നെ നിർത്തിവെപ്പിക്കുന്നു, നമ്മുടെ വെടിക്കെട്ടുണ്ടല്ലോ അത് തടയുന്നു. അതൊക്കെ ഒരുപാട് താമസിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ മുഴുവൻ ശോഭ കെട്ടുപോയി എന്നുള്ളത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം അവരുടെ ഒരു വികാരമാണ്. അത് തടയുമ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടായപ്പോൾ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് ശ്രീ സുരേഷ് ഗോപിക്കാണ്, അതിനൊരു സംശയമില്ല. വന്നു, അദ്ദേഹത്തിന് അതിൻ്റെ പ്രയോജനം കിട്ടി. ഇനി ആ പ്രയോജനം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ നടപടി എന്താ നമ്മൾ നോക്ക്. അതിനകത്ത് ഒരു അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ ഈ റിപ്പോർട്ട് എവിടാന്ന് അറിഞ്ഞുകൂടാ, അന്വേഷണം എവിടാന്ന് അറിഞ്ഞുകൂടാ, എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്നുമില്ല. അത് ആ രീതിയിലേക്ക് പോയി. ഇതിന് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, അവിടെ BJPയോടൊപ്പം യഥാർത്ഥത്തിൽ നിന്നു എന്നുള്ളത് ഏതാണ്ട് ശരിയാണ്. അതിന് കാരണമുണ്ട്, പല കാരണങ്ങളും. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകളുടെ പേർക്കുള്ള വളരെ ഗുരുതരമായ ആരോപണം, അതിനെ സംബന്ധിച്ച് ED അന്വേഷണം ഒക്കെ വന്നു. മുഖ്യമന്ത്രി ഇട്ട് ഞെരുക്കി കേട്ടോ, ആ രീതിയിലുള്ള ഒരു പണി ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഊരിയെടുക്കണം. അതിന് പ്രത്യുപകാരമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ സംശയിക്കാവുന്നതേ ഉള്ളൂ ആ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടു, ഇപ്പം കരുവന്നൂരൊക്കെ അങ്ങ് ED-ക്കാർ കയറി ഇറങ്ങുമെന്ന്. ഇപ്പം ED-യുടെ പൊടി പോലും കാണാനുണ്ടോ കരുവന്നൂര്? ഇപ്പം കരുവന്നൂരും വേണ്ട, ഒന്നും വേണ്ട ED-ക്ക്. പ്രധാനമന്ത്രി വരെ പോലും കയറി ഇടപെട്ട് പറഞ്ഞാണ് ഓരോ കാശുകാരൻ്റെ വീട്ടിൽ എല്ലാവരുടെയും പൈസ ഉടനെ വാങ്ങിച്ച് പിടിച്ച് കൊടുക്കുന്നു ED.
ഇതുവരെ നമ്മളൊന്നും കണ്ടില്ലല്ലോ ഈ കൊടുക്കുന്നൊന്നും. ഇപ്പം കരുവന്നൂർ വേണ്ട. അതേപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ മോളുടെ പേര് എന്തോ ഇതിപ്പം CMRL കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതല്ലേ, എന്ത് ഒന്നുമില്ലല്ലോ, ഒരു കാര്യമില്ല. ഇതെല്ലാം അങ്ങ് പോയി. അപ്പം അതിന് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കാവുന്നതാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ശ്രീ EP ജയരാജൻ. എന്തിനാ EP ജയരാജനെ ഇതിൽ നിന്ന് ഈ പദവിയിൽ നിന്ന് പുറത്താക്കിയത്? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. കാരണം EP ജയരാജൻ ഉള്ളത് പ്രകാശ് ജാവദേക്കർ കണ്ടെന്നുള്ളതാണ്. അതാ കാര്യം. അതിന് ഇത് ഇത് ഈ പദവിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യം എന്തോ? അതിലും വലിയ നെക്സസ് അല്ലേ ഇവിടെ വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യാമെങ്കിൽ ആരെയൊക്കെ പുറത്താക്കണം ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മൂലം പൂരം കലക്കി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അതിന് ഉത്തരവാദി എന്ന് മനസ്സിലാക്കണം. അത് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ശശി, ഇവരൊക്കെ കൂടെ ചേർന്നുണ്ടല്ലേ ഈ പണി ചെയ്തേക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? കാര്യം എന്താണ്? കാര്യമെന്ന് പറയുന്നത് പേഴ്സണൽ ഗെയിൻ ആണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് ശ്രീ അൻവർ തുറന്നുവിട്ട ഈ ഭൂതം ഉണ്ടല്ലോ, കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം, അത് വളരെ വളർന്ന് ഇങ്ങനെ വികസിച്ച് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി എവിടെയൊക്കെ ചെന്ന് നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പാടില്ല. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കാൻ പോകല്ലേ, അതിങ്ങനെ നടത്ത ആ ടൈമിലാണ് ഈ കയറി അടിച്ചേക്കുന്നത്. കാരണം ഇതെല്ലാം ചർച്ചയാവും. ഇത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, നിങ്ങളുടെ കാലം കഴിയാറായി കാണും. പക്ഷേ ഈ പാർട്ടിക്ക് ഇത് വേണ്ടേ? അതൊന്ന് ചിന്തിച്ചോളൂ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അതൊന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇത് ഈ അന്വേഷണം എന്ന് പറയുന്നത് എന്തോ ഉള്ളേ കണ്ടില്ലേ? നമുക്ക് അന്വേഷണം നടത്താൻ പോകുന്നു. എന്തോ അന്വേഷിക്കുന്നേ? യഥാർത്ഥത്തിൽ ഒന്നുമില്ല അന്വേഷിക്കാൻ. നമ്മുടെ ഉള്ളി പൊളിച്ചോലിരിക്കും, ഒരു കാര്യമില്ല അന്വേഷിക്കാൻ. അവസാനം ഇതിലുള്ള ആളുകൾക്കൊക്കെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. ഈ സുജിത് ദാസിനെതിരെ ഇത്രത്തോളം ആരോപണം ഉണ്ടായിട്ട് അയാളെ ഇന്നുവരെ സർവീസ് സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഹീ സ്റ്റിൽ കണ്ടിന്യൂസ് ആണ്, അയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ അവിടുന്ന് മാത്രം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് പത്തനംതിട്ട ജില്ലയെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പണി ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ബാക്കി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഏതാണ്ട് അയാൾ കൺഫെഷൻ നടത്തിയിട്ടും, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ് കൊടുത്തത്, നടത്തിയിട്ടും അയാൾക്കെതിരെ വേറെ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. എന്നിട്ട് കുറേ അന്വേഷണം, ഇതെല്ലാം അങ്ങ് അന്വേഷിക്കുന്നതാണ്. എല്ലാം അന്വേഷിക്കും. അതായത് ADGPക്ക് എതിരെയുള്ള അന്വേഷണം നടത്തുന്നത് അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ രീതിയിലാണ് നമുക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ കാണുന്നത്. ഇത് ഇനിയെങ്കിലും ഈ ജനങ്ങളെ ഇതേപോലെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. ജനങ്ങളൊന്നും മണ്ടന്മാരല്ല എന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരിച്ചറിയണം.